നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 314th day. Today 4th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 314 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ഓം ദുന്ദുകാരീ ഗൃഹേ തിഷ്ഠത് പഞ്ചപുണ്യവധൂവൃതാ അത്യുഗ്രകർമ്മകർത്താ ച തത്പോഷണവിമൂഢധീ. ദുന്ദുകാരീ ഗൃഹേ തിഷ്ഠത് പഞ്ചപുണ്യവധൂവൃതാ അത്യുഗ്രകർമ്മകർത്താ ച തത്പോഷണവിമൂഢധീ. ഓം തത്സത്. ദുന്ദുകാരി അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, സഹോദരനും വീട് വിട്ടുപോയി. പിന്നീട് വീട്ടിൽ 5 വേശ്യമാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അതുമാത്രമല്ല, ഇവരെ പോഷിപ്പിക്കാൻ വേണ്ടി, പോഷിപ്പിക്കാൻ, ഇവരെ നോക്കുവാൻ വേണ്ടിയിട്ട് അത്യുഗ്രമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ അങ്ങനെയുള്ള ഒരു മൂഢബുദ്ധിയായിരുന്നു അവൻ. ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ വേശ്യകളെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ച് അവരെ പോഷിപ്പിക്കുവാൻ വേണ്ടി അത്യുഗ്രങ്ങളായിട്ടുള്ള ദുഷ്ടതരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ തുടങ്ങി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആ വേശ്യകൾ 5 പേരെ പരിപാലിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ദുന്ദുകാരിക്കാണെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. എല്ലാ സ്വത്തും അവൻ അപ്പോഴേക്കു തന്നെ നശിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചീത്തകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്തും ചെയ്തുകൊണ്ട് അവരെ പരിപോഷിക്കുവാൻ തുടങ്ങി. ഉഗ്രങ്ങളായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവരെ പരിപോഷിക്കുവാൻ തുടങ്ങി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ദുഷ്ടത വന്നു കഴിഞ്ഞാൽ, ദുഷിച്ച മനസ്സായിക്കഴിഞ്ഞാൽ എന്തൊക്കെ മനുഷ്യൻ ചെയ്യുകയില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ കാണിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ. അത്യുഗ്ര കർമ്മ തത് പഞ്ചപുണ്യവധൂവൃത. എല്ലാ വാക്കുകളും വളരെ വ്യക്തമാണ്. ദുന്ദുകാരീ ഗൃഹേ തിഷ്ഠത് പഞ്ചപണ്യ വധൂവൃത. പണ്യ എന്ന വേശ്യ. വധൂവൃത അത്യുഗ്രകർമ്മകർത്താ ച തത്പോഷണ വിമൂഢധീ. അവൻ അത്രയ്ക്കും മൂഢനായിരുന്നു എന്നാണ് പറയുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ.